ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സൺഡേ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ സൺഡേ വ്ളോഗാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ചുമ്മാ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതേ രാവിലെ ഞങ്ങൾക്ക് കുർബാനയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. 7 മണിക്കാണ് ഇവിടെ കുർബാന. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി, ഇടവകപ്പള്ളി ചേരമ്പാടിയാണ് നമ്മുടെ ചെറിയ പള്ളി. നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പള്ളിയിലാട്ടോ. ഇവിടെ ആഴ്ചയിൽ മലയാളം കുർബാന ഉണ്ടാവും, തമിഴുണ്ട്. ഇവിടെ തമിഴ് ആൾക്കാർ കൂടുതലായതുകൊണ്ട് തമിഴ് കുർബാനയുണ്ട് കേട്ടോ. അപ്പോൾ അതേ കുർബാനയൊക്കെ കഴിഞ്ഞ് മമ്മി ഇതേ മീറ്റിങ്ങിന് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് നിന്നപ്പോൾ ചുമ്മാ വീഡിയോ എടുത്താണ്. അപ്പോൾ 7 മണിക്ക് കുർബാന തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു 9:30 ഒക്കെ ആകുമ്പോഴത്തേനും കുർബാന തീരും. 9:30 10 മണിയാകുമ്പോഴത്തേനും നമ്മൾ വീട്ടിലെത്തും കേട്ടോ. പള്ളി കഴിഞ്ഞതേ തിരിച്ചു വരുന്ന വഴിക്ക് നിറച്ച് ചെമ്പകം വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെമ്പകത്തിൻ്റെ മരമുണ്ട്. ഞങ്ങൾ പണ്ട് മുതലേ സ്കൂളിൽ പോകുമ്പോൾ തൊട്ട് ഇങ്ങനെ നോക്കി വെക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ തലയിലൊന്നും വെക്കലില്ല, പക്ഷേ എൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ തിരിച്ച് പള്ളി കഴിഞ്ഞ് നടന്നു വരുമ്പോൾ നിറച്ചും ചെമ്പകം നിലത്ത് വീണ് കിടക്കാം കേട്ടോ. ഇപ്പോൾ ഇപ്പോൾ ആർക്കും വേണ്ട. പണ്ടൊക്കെ ആകുമ്പം സ്കൂളിൽ നടന്നു പോകുമ്പോൾ ഒരെണ്ണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കും, നിലത്ത് പോലും വീഴാൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ മമ്മി എനിക്കൊരു ചെമ്പകം പറിച്ചിട്ടുണ്ട്. എനിക്കെൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പണ്ടത്തെ ഓർമ്മ കേട്ടോ. സ്കൂളിൽ പോകുമ്പോഴും ചെമ്പകം പറിക്കുന്നതൊക്കെ ഒരു ഓർമ്മയാണ്. ഞാനും മമ്മിയും കൂടെ അങ്ങനെ ചെമ്പകമൊക്കെ പറിച്ചത് നടന്നു വരുവാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല മഴക്കാറ് മൂടി നിൽപ്പുണ്ട്. മഴയൊന്നും ഇല്ലായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ഞാൻ രാവിലെ പള്ളിയിൽ പോകാൻ എണീക്കുമ്പോൾ നല്ല മഴയാട്ടോ. പക്ഷെ നല്ല മഴക്കാറ് മൂടി നിൽപ്പുണ്ടായിരുന്നു. ഭാഗ്യത്തിന് പെയ്തൊന്നുമില്ല. പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. കാണാൻ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല സുഖമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി കൂടെയൊക്കെ നടന്നു പോയിട്ട് ഒത്തിരി ആയിട്ടോ. കാരണം ഞങ്ങൾ സ്കൂളിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും ഒക്കെ നടന്നാണ്. അപ്പം നമുക്ക് സ്കൂളിൽ പോകുമ്പോഴും രാവിലെ ആയി കഴിഞ്ഞാൽ എല്ലാവരും തിരക്ക് പിടിച്ച് പോകണതൊക്കെ വല്ലാത്തൊരു രസമായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ഈ പൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ ഇങ്ങനെ നട്ട് പിടിപ്പിച്ച പോലെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്താട്ടോ. മഴ പെയ്ത ടൈം നിറച്ചും വെള്ളമായിരുന്നു. തലേദിവസമൊക്കെ നല്ല മഴയായിരുന്നേ. അങ്ങനെ ഞാനും മമ്മിയും കൂടെ അതേ വഴി കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേനും 10 മണി കഴിഞ്ഞു. മമ്മി ഇതേ വന്നപ്പോഴത്തേനും സേമിയയുടെ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ പോകുമ്പോൾ ഒന്നും ഞങ്ങൾ കഴിക്കാണ്ടേ പോവുക, വന്നിട്ടേ കഴിക്കത്തുള്ളൂ. അപ്പോൾ സേമിയയുടെ ഉപ്മാവും പിന്നെ കട്ടൻ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാട്ടോ ഞാൻ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-11 മണിയോ അപ്പോഴൊക്കെയാണ് കഴിക്കാൻ പറ്റുന്നത്. രാവിലെ ഒന്നും കഴിക്കാതെ പോകുന്നതുകൊണ്ട്. പിന്നെ സൺഡേ പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പപ്പ ഞങ്ങൾ വന്ന് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പപ്പ എരുമാട് പോകുന്നത്. പപ്പ വരുമ്പോഴത്തേനും ഉള്ളിയും എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാമെന്ന് കരുതി കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചാട്ടോ ബിരിയാണി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ എല്ലാ ഫുഡൊക്കെ ഉണ്ടാക്കി രാവിലത്തെ കഴിക്കുമ്പോൾ തന്നെ 12 മണിയാവും. പിന്നെ ഉച്ചക്കത്തെ കഴിക്കുന്നത് 2-3 മണിക്കാണ് കേട്ടോ. ഇന്ന് എനിക്ക് ഷുഗറിൻ്റെ ടെസ്റ്റിന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ക്ലിനിക്ക് ഉണ്ട്. ഞാൻ അവിടെ വർക്ക് ചെയ്തേ കേട്ടോ. അപ്പോൾ അവിടെ തന്നെയാണ് ഞാൻ പോയി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ ബ്ലഡും ഞാനും പപ്പയും കൂടെ പോയി കൊടുത്തിട്ട് വന്നു. ഫുഡിന് മുമ്പുള്ള കൊണ്ടുപോയി കൊടുക്കും. ഞങ്ങൾക്ക് 3 പേർക്കുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഞങ്ങൾ 3 പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാനും പപ്പയും അമ്മയും. ഞങ്ങൾക്ക് 3 പേർക്കുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ചേനയോട് വിളിച്ച് ചോദിച്ചു, അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ മമ്മിക്ക് ഇച്ചിരിയൊക്കെ അറിയുന്ന പോലെ ഉണ്ടാക്കി. മമ്മി മാക്സിമം സാധാരണ എല്ലാ വട്ടവും ഉള്ളി അരിയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. ഇന്ന് എന്താണെന്നറിയില്ല, കണ്ണ് ഒഴുകിയില്ല. എനിക്ക് അത്ഭുതം കേട്ടോ. എല്ലാ വട്ടവും ഉള്ളി അരിയുമ്പോൾ ഞാൻ ഒരു ഉള്ളി അരിഞ്ഞാൽ പോലും എൻ്റെ കണ്ണ് നിറഞ്ഞ് എരിച്ചിലും പോച്ചിലൊക്കെ ആയിരിക്കും. പക്ഷേ ഈ വട്ടം എന്താണെന്നറിയില്ല, ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ല. എനിക്ക് അത്ഭുതമായിരുന്നു. അപ്പോൾ ഞാൻ മമ്മിയോട് പറയുകയും ചെയ്തു, എൻ്റെ കണ്ണ് എന്താണെന്നറിയില്ല മമ്മി എരിയുന്നില്ലെന്ന് പറഞ്ഞു. കാരണം ഒത്തിരി ഉള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നേ.
അങ്ങനെ ദേ പപ്പ ടൗണിൽ പോയിട്ട് ചിക്കനും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോഴത്തേനും ഞങ്ങൾ ഉള്ളിയും സംഭവങ്ങളൊക്കെ വഴറ്റി വെക്കുവാണ്. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്സിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞുതരാം. എല്ലാവർക്കും പറയുമായിരിക്കും, പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയ രീതിയിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. കാരണം പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ എന്തായാലും സൺഡേ ടൈം മൊത്തം പോകും. എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ ഏകദേശം 1:30 ആകുമ്പോഴത്തേനുമാണ് പോകേണ്ടത്. അപ്പോഴത്തേനും മമ്മി വേഗം വേഗം എല്ലാം ഉണ്ടാക്കുവാണ് കേട്ടോ. കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. പിന്നെ ഞാൻ കരുതി വന്നിട്ട് കഴിക്കാമെന്ന് കരുതി. എനിക്ക് പണ്ട് മുതലേ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ബിരിയാണിയാണ്. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി പിന്നെ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളതും ബിരിയാണിയാണ്. പെട്ടെന്നായിരിക്കും ബിരിയാണി കഴിക്കണം എന്ന് തോന്നുന്നു. പിന്നെ വോമിറ്റിംഗ് ഒക്കെ ആയ ടൈമിൽ എനിക്ക് ബിരിയാണി മതിയായിരുന്നു. പക്ഷേ ഞാൻ വോമിറ്റ് ചെയ്താലും ബിരിയാണി കഴിക്കും. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറേ ദിവസം അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞാനിങ്ങനെ മമ്മിയോട് പറഞ്ഞു, മമ്മി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. തലേദിവസമാണ് പറഞ്ഞ്, എന്നാൽ പിന്നെ ഞായറാഴ്ച അല്ലേ എന്നാൽ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോഴത്തേനും എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയം മമ്മി ഇപ്പോഴത്തേനും ചിക്കനും കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. എനിക്ക് പോയി ബ്ലഡ് കൊടുത്തിട്ട് വന്നാൽ മതി. പിന്നെ റിസൾട്ട് അവർ വാട്സപ്പിൽ അയച്ചു തരും കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കട. നമുക്കൊരു കുഞ്ഞു കടയുണ്ട്. പിന്നെ ഈ കടയിൽ വന്നേക്കണ മിഠായിട്ടോ. പണ്ടൊക്കെ എല്ലാ മിഠായും ഞാൻ നിരന്ന് നടന്ന് ടേസ്റ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ടേസ്റ്റിൻ്റെ സംഭവങ്ങളൊന്നും പറ്റില്ല. ആ കണ്ണ് മിഠായി എന്നാട്ടോ അതിന് പറയും. ഇപ്പോൾ ഈ ഇടയ്ക്ക് എങ്ങാണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടായിരുന്നു അതിൻ്റെ വലുത്. പക്ഷെ ഞാനത് കഴിച്ചില്ല, എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാനും പപ്പയും കൂടെയാണ് കേട്ടോ പോകുന്നത് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാനും പപ്പയും കൂടെ പോയി വേഗം ബ്ലഡൊക്കെ കൊടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഫുഡ് കഴിച്ചപ്പോഴത്തേന് ഏകദേശം 2 മണി 2:30 ആയിട്ടുണ്ടായിരുന്നേ. രാവിലെ അന്ന് അത്ര ലേറ്റായി കഴിച്ചുകൊണ്ട് വിശക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതേ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ഞാൻ പ്രത്യേകിച്ച് വീഡിയോസൊന്നും എടുത്തില്ല. മമ്മിക്ക് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു. മമ്മി വീട്ടിലിരുന്നാണ് കേട്ടോ അപ്പോൾ തയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ. താങ്ക് യു.